ഹായ്, സുഖല്ലേ എല്ലാവർക്കും? നമുക്കിന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാം. ജീര ഒരു ഫേമസ് ടെമ്പിൾ പ്രസാദമാണ് കേട്ടോ. ഏത് അമ്പലത്തിലാണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു കപ്പ് ഈ കപ്പിൽ ഒരു കപ്പ് റവ വേണം. റവ എടുത്തു. പിന്നെ അതേ ബൗളിൽ ഒരു അര കപ്പ് നമ്മൾ കൽക്കണ്ടാണ് കേട്ടോ എടുക്കുക. പഞ്ചസാരയല്ല, കൽക്കണ്ട് വേണം. പിന്നെ ഒരു ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൽക്കണ്ടും ഏലക്കായും കൂടി നമുക്ക് ഒന്ന് പൊടിക്കാം. ഇതിൽ കുറച്ച് വലിയ കട്ടുണ്ട്, അതുകൊണ്ടാണ് പൊടിക്കണത്. ഇല്ല, ചെറിയ കൽക്കണ്ടാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇടാൻ പറ്റും. ഇത് ഇത്തിരി വലുതല്ലേ, അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കണുണ്ട് കേട്ടോ. ഒരു 4 സാധനം മതിയിട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റിയാണ്. മഹാരാഷ്ട്രയിൽ ഇതിന് ഷീര എന്നാണ് കേട്ടോ പറയുക. തമിഴ്നാട്ടിൽ ശ്രീരംഗസ്വാമിയുടെ ഫേവറേറ്റ് പ്രസാദമാണിത്. അവിടെ ശ്രീരംഗത്ത് ഇതിന് ജീര എന്നാണ് കേട്ടോ പറയുക. അതിൻ്റെ കളറും ടെക്സ്ചറും കൊണ്ടാണ് ആ പേര് വന്നതെന്നാണ് പറയുന്നത്, ജീരയുടെ. ഇതിൽ നമ്മൾ ജീരകമൊന്നും യൂസ് ചെയ്യണില്ല. ഇനി കൽക്കണ്ട് എടുത്ത അത്രയും തന്നെ നമുക്ക് ശർക്കര എടുക്കണം കേട്ടോ. അപ്പോൾ ഇതായി ഒരു കുഞ്ഞു ഗ്ലാസ് നിറച്ചും നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്യ് എത്ര ഇടണോ അത്രയും ഇതിന് ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറയാം, ഞാൻ കുറച്ച് പിശുക്കിയിട്ടാണ് നെയ്യ് ഇടണത്. അപ്പോൾ നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ നമ്മളുടെ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കരിയാണ്ട് നല്ല മണം വരുന്ന മാതിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഹൈപ്പും കൂടി ചെയ്ത് തരണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രസാദം ഉണ്ടാക്കുമ്പോൾ തൊട്ട് ആ 2 കിളികൾ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. ഞാനത് ഉണ്ടാക്കി കഴിയണവരെ അവരെനിക്ക് കൂട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇത് നോക്കി, ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ആയി വരുന്നുണ്ട് കണ്ടോ. കളറൊക്കെ ഒന്ന് ചേഞ്ചായി. നമുക്ക് അപ്പം അതിലേക്ക് നമ്മളുടെ കൽക്കണ്ടം പൊടിച്ചില്ലേ, ഏലക്കായ കൂടെ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടുള്ളൂ. അപ്പോൾ മധുരവും നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, കൂടുതൽ എത്ര ചേർത്തണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മളുടെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശർക്കരയും ഇതൊക്കെ കുറേശ്ശെ മെൽട്ടായി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചുടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആണ് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇടയ്ക്ക് ഒരു സ്പൂൺ അര സ്പൂണൊക്കെ ഇതിലേക്ക്. അപ്പോൾ ഈ നെയ്യിൻ്റെ കൂടെ നമ്മുടെ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റവ വേവാനുള്ള വെള്ളം എത്രയാണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ. അതനുസരിച്ച് ഞാനിവിടെ ഒരു 1.5 ബൗൾ നമ്മൾ റവ മറ്റേ ശർക്കരയും കൽക്കണ്ടൊക്കെ എടുത്തില്ലേ, ആ ഒരു ബൗളിൽ 1.5 ബൗളാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, പച്ചവെള്ളമല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് റവ വേവണതാണ് അനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കൂട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മളുടെ ശർക്കര മെൽട്ടായിട്ട് ആ ബ്രൗൺ കളറിലേക്ക്, നമ്മുടെ ജീരയുടെ കളറിലേക്ക് അത് വന്ന് തുടങ്ങും. അപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജീരയുടെ കളറിലേക്ക് തന്നെ ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ മെൽട്ടായി തുടങ്ങി ശർക്കര, ഇപ്പോൾ കളർ ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ ശ്രീരംഗസ്വാമിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രസാദമാണ് ഇത്. ഞാനും ഭഗവാന് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണത് കേട്ടോളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. മഹാരാഷ്ട്രയിൽ ഇതിൻ്റെ പേര് ഷീര എന്നാണ്. അവർ പക്ഷേ കുറച്ച് പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോളൂ. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ആ ചെറിയ കുഞ്ഞ് ഗ്ലാസ്സിലെടുത്ത് നെയ്യ് മുഴുവൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോളൂ. ഇതിപ്പോൾ നന്നായിട്ട് ആയി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. വറുത്തിട്ടല്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ആ ചൂടിൽ നന്നായിട്ട് വെന്ത പോലെയാവും, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മളുടെ ജീരത ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടുള്ളൂ. ഇതുപോലെ ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഭഗവാനുള്ളത് മാറ്റി വയ്ക്കായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഏത് പ്ലേറ്റിലേക്കാണ് ഇടുന്നത്, അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താലേ അത് ആ ഷേപ്പിൽ നല്ല മിക്സായിട്ട് നല്ല ഗ്ലോസി ആയിട്ട് വരും. നല്ല മണമാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കും, കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പം മധുരവും നെയ്യൊക്കെ നിങ്ങളുടെ പാകത്തിനിട്ടോളൂ. അപ്പോൾ നമ്മളുടെ ഭഗവാനുള്ള പ്രസാദം ഞാൻ ആദ്യം തന്നെ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏത് ഷേപ്പിലേക്കാണോ നമ്മൾക്ക് എടുക്കേണ്ടത് ആ ഷേപ്പിലേക്ക് തന്നെ അത് വരും. ഇതുപോലെ നമുക്ക് കഴിക്കാനുള്ളത് ഞാനിത് ഒരു വാഴയുടെ ഇലയിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഈ ശ്രീരംഗത്തിലെ ഈ ജീരയെ പറ്റിയിട്ട് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതറിയണവരെ എനിക്കും കൂടി ഷെയർ ചെയ്ത് തരൂ കേട്ടോളൂ. അപ്പോൾ എൻ്റെ പാചകം കഴിയുന്നവരെയും ഈ 2 കിളികളും എനിക്ക് അവിടെ കൂട്ടായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോളൂ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.